അയ്യപ്പേട്ടാ, മുകേഷ് അതെ. എം എൽ എ ആവുന്നതിന് മുമ്പ് നടനാണ്. അതെ. ഇപ്പോഴും അദ്ദേഹം മികച്ച നടനായി തന്നെയാണ്. നല്ല നടനാണ്. അതെ, നല്ല നടൻ. ആ നടനായതുകൊണ്ട് അദ്ദേഹത്തിന് എതിരെ ഒരു അതിവേഗ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എം എൽ എ സ്ഥാനം രാജിവെക്കാമെന്ന് പറയുകയും ഒരു ഉപതിരഞ്ഞെടുപ്പ് ഭീഷണി മുന്നിൽ കണ്ടുകൊണ്ട് CPM അയ്യോ വേണ്ട പോകണ്ട എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതെ, അയ്യോ മുകേഷ് പോകല്ലേ എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ പറഞ്ഞു വന്നത്, MLA സ്ഥാനം മുകേഷ് രാജിവെക്കേണ്ടി വരില്ലേ? മുകേഷ് രാജിവെക്കും. മുകേഷ് ഈ നിലമ്പൂർ ഇലക്ഷനോടൊപ്പം തന്നെ മുകേഷിന്റെ കൊല്ലത്തുകൂടെ വോട്ടർമാർ വോട്ട് ചെയ്യേണ്ടി വരും. മുകേഷ് രാജിവെക്കേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ജില്ലാ സമ്മേളനങ്ങളുടെ അവസാന ഘട്ടമായ കണ്ണൂർ ഇങ്ങനെ ജില്ലാ സമ്മേളനം നടക്കുന്ന അവസരത്തിലാണ് SITയുടെ കുറ്റപത്രം പോകുന്നതും ഡിജിറ്റൽ തെളിവ് സഹിതമാണ് മുകേഷിനെതിരെ പോയിരിക്കുന്നത്. ആലുവയിലെ നടിയുടെ പേര് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അവർ നൽകിയ തെളിവിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും മുകേഷ് രാജിവെക്കേണ്ടി വരും. കാരണം ഈ ആരോപണങ്ങൾ ഇപ്പൊ മുകേഷ് എന്ന് പറയുന്നത് CPM എന്ന ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ MLA ആണ്. ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ MLA ആയ മുകേഷ് രാജിവെക്കേണ്ടി വരുമ്പോൾ അത് CPMന് കൂടെ കിട്ടുന്ന ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയനാണ്. അപ്പോൾ പാർട്ടി MLAക്കെതിരെ ഇത്തരത്തിൽ ഡിജിറ്റൽ തെളിവ് സഹിതം കുറ്റപത്രം സമർപ്പിക്കപ്പെടുമ്പോൾ, അതായത് എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ മുകേഷ് രാജിവെക്കേണ്ടി വരും. മുകേഷിനെ അത് ഇപ്പോൾ പ്രീത പറഞ്ഞ പോലെ രാജിവെക്കല്ലേ എന്ന് പാർട്ടിക്കകത്ത് ഒരു വിഭാഗവും പറയുന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. കാര്യം രാജിവെക്കല്ലേ എന്നല്ല പറയുന്നത്, മുകേഷ് രാജിവെക്കണം. കൊല്ലത്ത് മുകേഷിനെതിരെ എതിരായിട്ടുള്ള ശക്തിയായിട്ടുള്ള പാർട്ടി സെക്രട്ടറി അതൊക്കെ പറയും. പാർട്ടി സെക്രട്ടറി ഇപ്പൊ ഈ പറയുന്ന പോലെ സമ്മേളനം നടക്കുമ്പോൾ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മളുമായി ബന്ധപ്പെട്ട ഒരാളിനൊരു കാര്യം അങ്ങേർക്കൊരു കുറ്റം വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയം അറിയാവുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ അല്ലെന്നേ പറയുള്ളൂ. അതിപ്പോ അദ്ദേഹം പിന്നെ ഗോവിന്ദൻ പിന്നെ എന്ത് പറയും, രാജിവെക്കാൻ പറയാം എന്നും അത് പറയാൻ പറ്റില്ല. പക്ഷെ അത് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് മുകേഷ് പറഞ്ഞിരിക്കുന്നത് പാർട്ടിയിൽ നിന്ന് കൃത്യമായി അതൊരു സംരക്ഷണം കിട്ടിയില്ല എന്നുള്ള ഒരു അതൃപ്തി മുകേഷിന് ഈ ഒരു കാര്യത്തിൽ ഈ ഒരു വിഷയത്തിൽ എന്നല്ല, പാർട്ടിയിൽ ഈ വിഷയത്തിൽ പാർട്ടിക്കകത്തുള്ള ഡിസിപ്ലിൻ, നമ്മൾ എത്ര CPM കുറ്റം പറഞ്ഞാലും ഈ ഒരു കാര്യത്തിൽ ശക്തമായ തെളിവുകളുണ്ടെങ്കിൽ അത് P ശശിക്കെതിരെയാണെങ്കിൽ തന്നെയും വരും. അത് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ. P ശശിയുടെ കാര്യം പറയരുത്, P ശശിയുടെ കാര്യം പറയാൻ നിൽക്കരുത്. തരം താഴ്ത്തിയിട്ട് ഏത് രീതിയിലാണ് കൊണ്ടുവന്നതെന്നൊക്കെ അറിയാം. തെളിവില്ലായികയല്ല, തെളിവ് ഇല്ലാതാക്കിയതാണ്. അല്ല, അത് മുഖ്യമന്ത്രിയോട് ഇടപെട്ട് അദ്ദേഹത്തിന്റെ നമ്മളെ പാണ്ഡ്യാല ഷാജേട്ടൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് കണ്ണൂരത്തെ ആ കച്ചവടം ഒന്നും നടക്കാത്തതുകൊണ്ട് മുകേഷിനെ ആക്കിയതാവും. അല്ല, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ അടുത്ത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അടുത്ത് ഒരു കൂട്ടിൽ ശശി ഇരുത്തിയിരിക്കുന്നത് കണ്ണൂരത്തെ മറ്റേ ഭൂമി ഇടപാട് എന്തായി എന്ന് അവിടെ ഇരുന്നുകൊണ്ട് ഇന്റർകോം വഴി ചോദിക്കാൻ വേണ്ടി മാത്രമല്ല, ഇറങ്ങി പോണ വഴി ഒരു ആംഗ്യം കാണിച്ചാലും മനസ്സിലാവും അത് ചെയ്തോ എന്ന് ഇറങ്ങി വരുമ്പോ ചോദിക്കുമല്ലോ. അതിനും കൂടെ വേണ്ടി ആംഗ്യത്തിന്റെ ആളാണ്, അതിനു വേണ്ടിയിട്ടാണ് അവിടെ ഇരുത്തിയിരിക്കുന്നത്. ശശിയെ നമ്മൾ മാറ്റി നിർത്തും. ഡിജിറ്റൽ തെളിവ് മുകേഷിനെതിരെ. അതെ, ഡിജിറ്റൽ തെളിവുണ്ട്. അത് മാത്രമല്ല, ഈ സംഭവത്തിൽ വരുമ്പോഴേ ഈ പ്രസ്തുത നടി ഒരു 7 പേർക്കെതിരെ പരാതി പറഞ്ഞിട്ടുണ്ട്. ആ സ്ത്രീ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമുക്കിങ്ങനെ പറയാൻ പറ്റില്ല. ആ ഒരു സമയത്ത് വാർത്ത വരേണ്ടത് കൊണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്, സിംഗിളായിട്ട് നമ്മളത് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ പലരുടെയും കാര്യത്തിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. അന്വേഷണം ഏത് രീതിയിൽ പോകുന്നതെന്ന് അറിയില്ല. പക്ഷേ ഇതൊരു അതിവേഗ കുറ്റപത്ര സമർപ്പണമായി പോയി എന്നുള്ളതും മുകേഷ് പറയുകയും ചെയ്യുന്നു, തന്നെ സംരക്ഷിച്ചില്ല എന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള അതായത് ഇത്തരത്തിൽ സ്ത്രീ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ള ആളുകൾ ഈ മന്ത്രിസഭയിൽ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇല്ല, അത് മുകേഷിനെതിരെ ഉള്ള തീർത്തും മുകേഷിനെ മാത്രം എതിരെയുള്ള നടപടിയൊന്നുമല്ല. ശരിക്കും മുകേഷിനെതിരെ തെളിവുകളുണ്ട്. ഒന്ന്, SIT എന്ന സംഘം ഇത് അന്വേഷിക്കാനായി പോകുമ്പോൾ മുകേഷ് ഇതിനെ പരിഹസിക്കുകയാണ് ചെയ്തത്. ഈ SIT എന്ന സംഘം അദ്ദേഹത്തിനോട് ചോദ്യം ചെയ്യുമ്പോൾ മുകേഷ് ഒരുതരം വളരെ മോശമായ രീതിയിൽ ഈ അന്വേഷണ സംഘത്തിനെ പുച്ഛിച്ചു തള്ളുന്ന രീതിയിൽ, ഒരു MLA എന്നൊരു രീതിയിൽ അദ്ദേഹം ഭരണത്തിരിക്കുന്ന പാർട്ടിയുടെ ആളെന്ന രീതിയിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2, മുകേഷിനെ ഈ തവണ ലോകസഭയിലെ സ്ഥാനാർത്ഥിയാക്കിയത് ഒരു കൊല്ലം സമ്മേളനത്തിൽ മുകേഷിനെ അല്ലാതെ വേറെ മുകേഷിനെ പോലൊരു വാഴയാണോ സ്ഥാനാർത്ഥിയാക്കിയെന്ന് പാർട്ടിയിലെ എത്ര ഏരിയ കമ്മിറ്റിയിൽ നിന്ന് എത്ര ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. മുകേഷിനെ
അങ്ങനെ പാർട്ടി സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ മുകേഷിനെതിരെ ഈ പറയുന്ന ഇത്രയും പേര് അവർ പറഞ്ഞു എന്നുണ്ടെങ്കിലും അവർക്കെതിരെ ഈ പോലീസ് SIT എന്ന് പറഞ്ഞ അന്വേഷണ സംഘം ഈ കേസിൽ ഈ പറയുന്ന പൂങ്കുഴലിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള സ്ത്രീകൾക്കെതിരെ ഉണ്ടായിട്ടുള്ള അതിക്രമണ കാര്യത്തിൽ ഇവർ SIT സംഘം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കഴിവുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അവരിത് അന്വേഷിച്ചിരുന്നു. ഈ മുകേഷ് ഒഴികെ ബാക്കിയുള്ളവർക്കെതിരെ കുറ്റപത്രം തയ്യാറാക്കത്തക്ക രീതിയിൽ തെളിവുകൾ ഇവർ പറഞ്ഞതിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ജയസൂര്യ വരെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം കുറെ കഥകൾ മാത്രമായിരുന്നു. അതിന് വ്യക്തമായ തെളിവുകൾ വേണം. ഇത് ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടായി. അതെ, ഒരു ഘട്ടത്തിൽ പറഞ്ഞു വന്നു അതായത് ഈ സ്ത്രീ, ഈ പരാതി നൽകിയ സ്ത്രീ പറഞ്ഞിരിക്കുന്നത് ഒരുവിധപ്പെട്ട എല്ലാ നടന്മാർക്കെതിരെയും അവർ ആരോപണങ്ങൾ ആ സമയം പറഞ്ഞു വെച്ചു. പക്ഷേ അവർക്കെതിരെ തന്നെ തിരിച്ചൊരു മറുചോദ്യം വന്നു. കാരണം അവർ അഭിനയിച്ചിട്ടുള്ള സിനിമകൾ അത് വളരെ കുറവാണ്. ഇവർ പറയുന്ന ഇത്രയേറെ നടന്മാർ ഇവരെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോഴേ പക്ഷേ അവർ അഭിനയിച്ചിട്ടുള്ള സിനിമകൾ കുറവാണ് എന്നുള്ള രീതിയിൽ വരികയും ഇവർ പലർക്കുമെതിരെയുള്ള പരാതി പിൻവലിക്കുകയും ഒക്കെ ചെയ്തു. ഇതിനകത്ത് വേറൊരു ഡ്രാമയും കൂടെ നടന്നിട്ടുണ്ട്. അതായത് ഇത് മുകേഷിനെതിരെ പറഞ്ഞ ഈ യുവതി പെൺവാണിഭ സംഘത്തിലെ ആളാണ് എന്ന രീതിയിൽ ഒരു പെൺകുട്ടിയെ കൊണ്ട് ഒരു കഥ ഉണ്ടാക്കിയിരുന്നു. അതൊക്കെ ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ആണോ എന്നൊരു സംശയം കൂടെ ഉണ്ട്. കാര്യം ഇതിനകത്ത് ഈ പറയുന്ന മുകേഷ് ഇതിനകത്ത് പെടുമെന്നുള്ള കാര്യം മുകേഷ് ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കാനൊക്കെ ശ്രമിച്ചപ്പോൾ ഇപ്പോൾ ഡിജിറ്റൽ തെളിവുകൾ സഹിതം വന്നിട്ടുണ്ട്. അതായത് ആലുവ സ്വദേശിനിയായ ഈ നടിയെ 2010 നടന്ന ഒരു സംഭവമാണ്. ഈ 2010 നടന്ന സംഭവത്തിന് ഡിജിറ്റൽ തെളിവ് അവർ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ പോലീസ് നല്ല പണി എടുത്തിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. കാര്യം ഇവർ തമ്മിൽ വാട്സപ്പ് ചാറ്റ്, മെയില്. കാര്യം ഈ നടിയെ സംബന്ധിച്ച് ഇത്രയും പ്രീത പറഞ്ഞ പോലെ ഒരു കൂട്ടം പേർക്കെതിരെ പറയുന്നില്ല. ഇവരൊരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വരുന്നതാണ്. അപ്പോൾ അവർക്ക് അമ്മയിൽ ഒരു അംഗത്വം വേണമെന്ന് അവർ പറയുമ്പോൾ അമ്മയിൽ അംഗത്വം വേണമെങ്കിൽ തന്റെ ഇംഗിതത്തിന് വശംവദയാകണമെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയെ നിരന്തരം പീഡിപ്പിച്ചതിന് പല സാഹചര്യ തെളിവുകളും അവിടെ എനിക്ക് അതെ മുകേഷിന്റെ കാര്യം അവിടെ നിൽക്കുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ള വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഒരു തവണ സംഭവിച്ചാൽ അത് പീഡനമാണ്. പലതവണ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ പീഡനം? അല്ല, പലതവണ സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ഒരു കാര്യം പറയാം. അവരെ ഈ പറയുന്ന പോലെ അത് ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് അങ്ങനെ പ്രലോഭിപ്പിക്കുമ്പോൾ ഈ പ്രലോഭനത്തിൽ ഒരുപക്ഷെ അവർ വീണ് പോയത്. ഞാനിപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നതല്ല. അവർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടാകും. ആ തെറ്റ് കാര്യം സ്ത്രീകൾക്കെതിരെയുള്ള ഒരു പീഡനം പറയുമ്പോൾ അത് തീർത്തും പുരുഷനെതിരെ കുറ്റം വരത്തുള്ളൂ. കാര്യം സ്ത്രീ പോയത് എന്തെന്നുള്ളൊരു ചോദ്യം ചിലപ്പോൾ ഉണ്ടാവില്ല. കാര്യം അവർക്ക് അമ്മയിൽ അംഗത്വം വേണമെന്നൊരു ആവശ്യമായിരുന്നു. ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു. അവർക്ക് സിനിമയിൽ നിൽക്കണം. ഇന്നസെന്റിന്റെ അടുത്ത് വരെ അവർ സംസാരിച്ചെന്ന് പറയുന്നുണ്ട് എനിക്ക് അംഗത്വം വേണം. അതായത് അമ്മയിൽ അംഗത്വം അവര് ഇങ്ങനെ പിറകെ മുകേഷിന്റെ പിറകെ നടന്ന് കിട്ടാതെ വന്നപ്പോൾ ഒരിക്കൽ അമ്മയുടെ പരിപാടിക്ക് കണ്ടപ്പോൾ മുകേഷ് ഏറ്റവും മോശമായ രീതിയിൽ ആംഗ്യ ഭാഷയിൽ സംസാരിച്ചെന്ന് വരെയുണ്ട്. മുകേഷ് ഇതിനകത്ത് തീർത്തും തെറ്റുകാരനാണെന്ന് ഡിജിറ്റൽ തെളിവ് സഹിതം വന്നതുകൊണ്ട് തന്നെയാണ് കുറ്റപത്രം. മുകേഷിനെതിരെ ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഇത്തരത്തിലുള്ള. മുകേഷിനെതിരെ എന്ന് പറഞ്ഞാല് മുകേഷ് എന്നല്ല, മലയാള സിനിമയിൽ ഇപ്പൊ മുകേഷിന്റെ കഥ മാത്രമേ ഇപ്പൊ ഈ ഒരു നടിയെ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, മാല പാർവതി എന്ന് പറഞ്ഞൊരു നടി മലയാളത്തിൽ അറിയപ്പെടുന്നൊരു നടി ഈ പറയുന്ന SIT എന്ന അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഇങ്ങനെ തന്റെ ഒരു കൂട്ടുകാരിക്കെതിരെ ഒക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് SITയിൽ പോയി പരാതി ആദ്യം ഇനിഷ്യേറ്റ് ചെയ്ത് പറഞ്ഞ ഒരാളാണ്. എന്നിട്ട് ഇപ്പൊ അവര് സുപ്രീം കോടതിയിൽ നിന്ന് ആ തെളിവ് കൊടുക്കും. SIT പറഞ്ഞിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ നിന്ന് നിങ്ങൾ പോയി പറയണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കിപ്പം പറ്റില്ല എന്ന്. കാര്യം പലരും അവസരങ്ങൾക്ക് വേണ്ടി ഈ പറഞ്ഞതെല്ലാം, കാര്യം ഇവർ വരെ ഇവർ പറഞ്ഞ പരാതികൾ പിൻവലിച്ചതാണ്. പക്ഷെ ഇത് വ്യക്തമായ തെളിവുകളും SIT അന്വേഷിക്കുകയും ചെയ്തതുകൊണ്ട് ഇത് അവർക്ക് കുറ്റപത്രം സമർപ്പിക്കാതിരിക്കാൻ കഴിയില്ല. കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഞാനൊരു കാര്യം പറയാം. അതായത് CPM എന്ന പാർട്ടിയെ സംബന്ധിച്ച് ഇത്രയും കുറ്റം പറയുമ്പോഴും ചിലപ്പോൾ അവർ ചില കാര്യങ്ങൾ കട്ടൻ റിയേറ്റ് അങ്ങ് ചെയ്യുക തന്നെ ചെയ്യും. അതിന്റെ രണ്ടു വശവും നോക്കില്ല. ഇപ്പൊ മുകേഷിന് രാജിവെക്കാൻ പറയും. എനിക്ക് തോന്നുന്നു മുകേഷ് രാജിവെക്കേണ്ടി വരും. അല്ല, രാജിവെക്കേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷെ ഒരു ഒന്നില്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിക്ക് പറയാമല്ലോ തെറ്റ്, അല്ലെങ്കിൽ അവർ പറയാറുണ്ടല്ലോ തെറ്റുകാരനെങ്കിൽ അന്വേഷണ വിധേയമായിട്ട് രാജിവെക്കേണ്ടി വരും എന്ന് പറയും. അതായത് പ്രീത ചോദിക്കുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. അതായത് സാമൂഹികമായ ധാർമ്മികത CPM-ന് ഇല്ല എന്ന് പൊതുവെ ഒരു പറച്ചിലുണ്ട്. അതായത് നമ്മൾ പല കേസുകളിലും കണ്ടിട്ടുണ്ട്. സാമൂഹിക ധാർമ്മികത ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ പറയുന്ന പോലെ PP ദിവ്യയെ നമുക്കത് വേറൊരു വിഷയമാണ്. എങ്കിലും സാമൂഹിക ധാർമ്മികതയുടെ പേരിൽ അവരെ സംരക്ഷിക്കാതെ മാറ്റി നിർത്തേണ്ട പലരും ഉണ്ട്. PP ദിവ്യയുണ്ട്, തിരുവനന്തപുരത്ത് ആര്യ രാജേന്ദ്രനുണ്ട്, മേയർ. ഇവരെയൊക്കെ മാറ്റുന്നത് സാമൂഹികമായിട്ട് ഇവർ എന്ത് ധാർമ്മികതയുടെ പേരിലാണ് ഇവരെ പാർട്ടി ഇന്നും ചുമക്കുന്നത്. ആര്യ രാജേന്ദ്രനെ എന്ത് കണ്ടുകൊണ്ടാണ് ജില്ലാ കമ്മിറ്റിയിലൊക്കെ എടുത്തത്? അതൊക്കെ ഒരു വേറൊരു വിഷയമാണ്. എന്നാലും ഞാൻ പറയുകയാണ്, സാമൂഹികമായ ധാർമ്മികത നോക്കാതെ പാർട്ടിയുടെ കാര്യങ്ങളെന്ന് പറഞ്ഞ് അവർ ചെയ്യാറുണ്ട്. പക്ഷേ മുകേഷിന്റെ
മുകേഷിന്റെ കാര്യത്തിൽ അത് ഉണ്ടാകാൻ കാര്യമില്ല. മുകേഷിന് എൻ ബ്ലോക്കാറ്റ് പാർട്ടിയുടെ കൊല്ലം ജില്ലാ ഘടകം മുകേഷിനെതിരാണ്. മുകേഷ് ഒരു CPI കുടുംബ അംഗമാണ്. മുകേഷ് എങ്ങനെ CPM-കാരനായെന്ന് ചോദിക്കുന്ന CPM-കാരായ എത്രയോ പേരുണ്ട്. മുകേഷ് ആയതുകൊണ്ട് ജയിച്ചതല്ല, ഇടതുപക്ഷത്തിന്റെ കോട്ടയായതുകൊണ്ട് അവിടെ പാർട്ടിക്ക് പണിയെടുത്തതാണ്. വീണ്ടും അദ്ദേഹത്തിന് ആർക്കും താല്പര്യമുണ്ടായിരുന്നില്ല. വേണ്ടി പണി എടുക്കില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിയത് കൊണ്ട് തന്നെയാണ് പ്രേമചന്ദ്രൻ 1,00,000-ലധികം വോട്ടിന് ജയിച്ചത്. വേറെ ഒരു വാഴയും ഈ വാഴയല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലെന്ന് ചോദിച്ചല്ലോ. മാത്രമല്ല അവിടുത്തെ ആളുകൾ വിളിക്കുമ്പോൾ പോലും വളരെ മോശമായി പെരുമാറിയിട്ടുള്ള സാഹചര്യമുണ്ട്. മുകേഷിനെ അന്ന് MLA സ്ഥാനാർത്ഥിയാക്കിയതൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ പാർട്ടിയെ കുറിച്ച് അറിയാത്ത കുറെ ആൾക്കാർ ഈ പാർട്ടിയിൽ വന്ന് അടിഞ്ഞതിന്റെ ഫലമായി കൊല്ലത്ത് വേറെ ഒരു മുഖവും ഇല്ല. പാർട്ടിക്ക് പാർട്ടി കശുവണ്ടി തൊഴിലാളികളെയും പാർട്ടി ഇത്രയും ശക്തമായിരിക്കുന്ന ഒരു സ്ഥലത്ത് മുകേഷിനെ പോലെ ഒരു ആളിനൊക്കെ നിർത്തേണ്ട അതൊക്കെ പാർട്ടിക്കകത്തുണ്ടായ ഒരു അപജയമാണ്. മുകേഷിനെയൊക്കെ സ്ഥാനാർത്ഥിയാക്കി ആ അപജയത്തെ മാറ്റം എന്നുള്ളതാണ് ഇപ്പോ മുകേഷിനെതിരെ സ്ഥാനാർത്ഥിയാക്കിയത് മുതൽ ആ അപജയത്തെ മാറ്റുക എന്നൊന്നുമല്ല. ഒരു വേള ഇവൻ നന്നാവണമെങ്കിൽ നന്നായിക്കോട്ടെ എന്ന് കരുതി ചിന്തിച്ചിട്ടുണ്ടാവാം. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു കൾച്ചറിന് ഒരു മാറ്റവുമില്ല. അദ്ദേഹം ഒരു സിനിമാ കൾച്ചർ, ഒരു സിനിമാ നടൻ അല്ലെങ്കിൽ ആ കലാകാരന് എന്ന രീതിയിൽ എത്രയോ നല്ല കലാകാരന്മാരുണ്ടല്ലോ, ഇത്തരത്തിൽ മോശവശമില്ലാത്ത എത്രയോ നല്ല കലാകാരന്മാരുണ്ട്. അപ്പോൾ താൻ ഇങ്ങനെ പോകുമ്പോൾ തന്നെ തല്ലണ്ടാവാം, ഞാൻ നന്നാവൂല എന്ന് പറയുന്ന പോലെ മുകേഷ് ഇതിനകത്ത് മുകേഷിനെതിരെ വ്യക്തമായ തെളിവുണ്ടോ എന്ന് കുറ്റപത്രം ഇത്രയും മുകേഷ് ആയതുകൊണ്ട് ചെയ്തതൊന്നുമല്ല. മുകേഷ് ഈ അന്വേഷണ സംഘത്തെ തുടക്കത്തിൽ കളിയാക്കിയിരുന്നു, നിങ്ങൾ ചെയ്യാനുള്ള ചെയ്തോ. കാര്യം മുകേഷ് കരുതി 2010 മുതൽ ഈ കാലയളവ് വരെ തെളിവുകളൊന്നും ഉണ്ടാവില്ലെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണ സംഘം, ഈ പൂങ്കുഴലി അടങ്ങിയ IPS ഉദ്യോഗസ്ഥ പൂങ്കുഴലി അടങ്ങിയ സംഘം, അവരിപ്പം പ്രജിത എന്നോട് ചോദിച്ചു, ഈ സ്ത്രീ ഇത് പറഞ്ഞ് നിരവധി പേരുടെ പീഡനകഥകൾ ചുമ്മാ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, അവരുടെ നാവ് ഇപ്പൊ അവസാനം അവർ അടച്ചു. പക്ഷേ ഈ പറഞ്ഞ ജയസൂരിക്ക് പിൻവലിക്കേണ്ടി വന്നു. അതെ, അപ്പോൾ ഇതിൽ വ്യക്തമായ തെളിവുള്ളത് കൊണ്ടാണ് മുകേഷ് കുടുങ്ങിയിരിക്കുന്നത്. മുകേഷ് രാജിവെക്കേണ്ടി വരും എന്ന് തന്നെയാണ് തോന്നുന്നത്. കാര്യം പാർട്ടി, അതായത് CPM എന്ന് പറയുന്ന പാർട്ടി അവർ ആഭ്യന്തരം മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യുമ്പോൾ അവരുടെ ഒരു MLA-ക്ക് ഇതുണ്ടാകുമ്പോൾ ഇനി അതിൻ്റെ പേരിൽ തെരുവ് യുദ്ധം, പിന്നെ KSUക്കാരെ പ്രകടനം അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാരെ പ്രകടനം, അതൊക്കെ പാർട്ടിക്ക് ഈ തദ്ദേശ ഇലക്ഷനിൽ അവമതിപ്പ് ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് തന്നെ മുകേഷ് രാജിവെക്കുക എന്നൊരു സൈലൻ്റായ തീരുമാനം വരും. മുകേഷ് രാജിവെക്കേണ്ടി വരും. മുകേഷ് ഇനിയിപ്പോൾ 7 അയലത്ത് ഇനി ഈ പാർട്ടിയുമായി ഒരു ബന്ധമില്ലാത്ത രീതിയിൽ രാഷ്ട്രീയം അദ്ദേഹം വിടാൻ തന്നെയാണ് പോകുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പോയതുകൊണ്ട് പക്ഷേ പാർട്ടിക്ക് ഒരു നഷ്ടവും സംഭവിക്കില്ല. അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി അമ്മാതിരി പണിയെടുത്തിട്ടുള്ള ഒരാളൊന്നുമല്ല. തീർച്ചയായിട്ടും ഒരിക്കലും. അദ്ദേഹത്തിന്റെ അച്ഛൻ O. മാധവൻ എന്ന വ്യക്തി ഇപ്പോൾ പഴയ നാടകക്കാരനാണ്, CPI-കാരനാണ് അദ്ദേഹം. അവരുടെ കുടുംബം ഒരു CPI കുടുംബമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സ്ഥാനാർത്ഥി, ഞാൻ പറഞ്ഞില്ലേ, പാർട്ടിക്കകത്ത് ഇടയ്ക്ക് കടന്നുകൂടിയ കുറെ കളകളാണ് ഇതേപോലത്തെ ആൾക്കാരെ കൊണ്ടുവന്ന് വെച്ചത്. അതിന്റെ ഫലം ഇപ്പോൾ അനുഭവിക്കുന്നു. ഇതുപോലെ നിരവധി പേര് ഈ പാർട്ടിക്കകത്ത് കടന്നുകൂടിയിട്ടുണ്ട്. അതിന്റെയൊക്കെ ഫലം ഇങ്ങനെ വരും കാലത്ത് ഒരു മികച്ചൊരു പ്രവർത്തനം പോലും കാഴ്ചവെക്കാൻ ഒരു കിണ്ടിയും ചെയ്തിട്ടില്ല. ഈ രണ്ടാമത്തെ തവണ അവിടെ ഈ പറയുന്ന പോലെ പ്രവർത്തകർ, എൻ്റെ സുഹൃത്തുക്കളായ നിരവധി പേര് കൊല്ലത്തുണ്ട്. അവരെന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഇങ്ങനെ സ്ഥാനാർത്ഥിയാക്കുന്നത്? ഞങ്ങൾ വെള്ളം കുടിച്ചിട്ടുണ്ടാണ് ഇയാൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. കൊല്ലം ഭാഷയിലാണ് ഞങ്ങൾ വർക്ക് ചെയ്ത് മരണപ്പണി എടുത്താണ് ചോദിച്ചത്. ഇയാൾ ഫോണിൽ കൂടെ ഒക്കെ സംസാരിച്ച് അയാൾക്ക് സംസാരിക്കാറില്ല. ഒരു ജനകീയനായ ജനങ്ങളോട് ഇടപെടുന്ന ഒരു MLA എന്ന രീതിയിൽ അയാൾ ഒരൊറ്റ മനുഷ്യരോട് നല്ല രീതിയിൽ പെരുമാറിയിട്ട് പോലുമില്ല. അപ്പൊ അതിന്റെ കൂടെയാണ് ഈ സ്ത്രീലമ്പടൻ എന്നുള്ള ഒരു ഇതുകൂടെ വരുന്നത്. ആ പാർട്ടി അയാൾക്ക് അത്യാവശ്യം നല്ലൊരു ഇത് കൊടുത്തതാണ്. ഒരു CPI കുടുംബ അംഗമായിട്ട് പോലും പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിച്ചു പാർട്ടി പരിഗണിച്ചിട്ടുണ്ട്. പക്ഷെ അത് വേണ്ട രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് തന്നെയാണ് ഇത് എന്ന് പറയേണ്ടി വരും. തീർച്ചയായിട്ടും അത് ഈ പറയുന്ന പാർട്ടി സൈലന്റ് ആയിട്ട് നിർദ്ദേശം പോയിട്ടുണ്ടാകും. പോകണ്ട, വെക്കണ്ട മുകേഷ് എന്ന് കൊല്ലത്തെ ഒരു പാർട്ടി അനുഭാവിയും പാർട്ടിയിലെ അങ്ങേയറ്റം താഴെയുള്ള ബ്രാഞ്ചിലെ അംഗങ്ങൾ പോലും ഒരിക്കലും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യില്ല. രാജിവെക്കേണ്ടി വരും. മുകേഷ് രാജിവെക്കും എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാര്യം അങ്ങനെ തന്നെ തീരുമാനിക്കും പാർട്ടി.